ഹലോ പ്രിയപ്പെട്ടവരെ, ഞങ്ങളെ ഈ ചേന നട്ടപ്പോഴത്തേക്ക് നമ്മളൊരു വീഡിയോ എടുത്തായിരുന്നു. ചേന, അതുപോലെ ഇവിടെ വെണ്ട, ഇതെല്ലാം കാണിച്ചിരുന്നു. അപ്പോൾ അതെല്ലാം മത്തൻ, അതെല്ലാം എൻ്റെ വിളവെടുപ്പ് കഴിഞ്ഞു. അപ്പോൾ ചേനയുടെയാണ്. ചേന നമ്മൾ അത് ആ സമയത്ത് നട്ട ചേനയാണ്. അതിപ്പം ഒരു 10 കിലോയോളം ഉണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ അത് നമ്മൾ പറിച്ചതാണ്. അപ്പോൾ പറിച്ച് ഇത്രയുണ്ട്. അപ്പോൾ നമ്മൾ ശരിക്ക് വളമിട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതുപോലെ നമുക്ക് ചേന വിളവെടുക്കാൻ സാധിക്കും. അപ്പോൾ അതുകൊണ്ട് ഞാനത് അന്നത്തെ വീഡിയോയുടെ ബാക്കി പത്രമായിട്ടൊന്ന് കാണിച്ചതേ ഉള്ളൂ. ഇതൊക്കെ നമ്മൾ പറിച്ച് ഇട്ടതാണ്. അപ്പോൾ ചേനയൊക്കെ നമുക്ക് എന്നാൽ ചെറിയ ചേനയും വരുന്നുണ്ട്, അതിൻ്റെ കൂടെ വലിയ ചേന വരുന്നുണ്ട്. അതുകൊണ്ട് ചെറിയ ചേന ഒരെണ്ണം വേണ്ട, അതാണ് കണ്ടിത്. ചിലപ്പോൾ ചെറുതാകാം, വലുതാകാം. അങ്ങനെ ഇതൊരു ചെറിയ ചേനയാണ്. നമുക്ക് എല്ലാം ഒരുപോലെ കിട്ടണമെന്നില്ല. ചില മണ്ണിൻ്റെ അവസ്ഥയും അതുപോലെ തന്നെ മണ്ണിൻ്റെ അവസ്ഥയാണ് കൂടുതലും. നല്ല ഇളക്കമുള്ള മണ്ണും അതുപോലെ അനുയോജ്യമായിട്ട് കാലാവസ്ഥയൊക്കെ ഉണ്ടെങ്കിൽ വലിയ ചേന പറിക്കാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് നമ്മുടെ ആഗ്രഹം വലിയ ചേന ഉണ്ടാകണമെന്നാണ്. പക്ഷേ ചിലപ്പം പലയിടത്തും നമുക്ക് കിട്ടുന്നത് 1 കിലോയുടെ ഒരു ചേന വെച്ച് കഴിഞ്ഞാൽ ചിലപ്പം 2 കിലോ 3 കിലോ ഒക്കെ ആയിട്ട് കിട്ടുന്ന അവസ്ഥയാണ്. അല്ല, നമുക്ക് എത്രയും ഉൽപ്പാദനം കൂടി കിട്ടണം എന്നുള്ള നമ്മുടെ ആഗ്രഹം. പിന്നെ വലിയ ചേന ഒക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോകാനായിട്ടൊക്കെ ബുദ്ധിമുട്ടാണ്, വിൽപ്പനയ്ക്കൊക്കെ വലിയ പാടാണ്. കാരണം നമുക്ക് അടുത്ത പ്രാവശ്യം ചേന നടാനാണെങ്കിൽ നമുക്ക് ഈ ചേന നടാനായിട്ട് ഉപയോഗിക്കാം. അപ്പോൾ ഈ നടാനായിട്ടൊക്കെ ആൾക്കാർ വരുന്നുണ്ട്. അവർക്കൊക്കെ ചെറിയ ചേന ആവശ്യം. ഒരു 4 കുഴി, ഒരു 4 കിലോ ചേന ഉണ്ടെങ്കിൽ ഒരു 4 കുഴിയായിട്ട് വെക്കത്തക്ക രീതിയിൽ. അപ്പോൾ 10 കിലോ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് മുറിക്കുമ്പോഴത്തേക്കൊക്കെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അവരെല്ലാം ഈ ചെറിയ ചേനയും എടുത്തുകൊണ്ട് പോകുന്നത്, മേടിച്ചുകൊണ്ട് വന്ന് വിറ്റ് ചേനയായിട്ട്. അല്ലെങ്കിൽ പച്ചക്കറി കടയിലൊക്കെ എടുക്കും, അവർക്ക് മുറിച്ച് കൊടുക്കും. അവരും ചെറിയ ചേന ആഗ്രഹിക്കുന്നത്. പക്ഷേ അവർക്ക് ഓണത്തിൻ്റെ സമയമൊക്കെ ആണെങ്കിൽ അവർ വലിയ ചേനയൊക്കെ എടുത്തുകൊണ്ട് പോകും. അപ്പോൾ അതുകൊണ്ട് എല്ലാവർക്കും ദൈവം അനുഗ്രഹിക്കട്ടെ. നിങ്ങളും കൃഷിയിടങ്ങളിലേക്ക് ഇറങ്ങുക, നമ്മൾ മണ്ണുമായിട്ട് സഹകരിക്കുക. നമ്മുടെ ശരീരത്തിന് ആരോഗ്യവും മനസ്സിന് സന്തോഷവും ബലവും ഒക്കെ പ്രദാനം ചെയ്യുന്ന അവരാണ് കൃഷി. അപ്പോൾ കൃഷിക്ക് വേണ്ടി നിങ്ങൾ കഴിയുന്നതും മുന്നോട്ട് ഇറങ്ങുക. പലപ്പോഴും നമ്മളിപ്പം കൃഷി ചെയ്യാൻ ആൾക്കാരില്ലാതിരിക്കുക, നഷ്ടമൊക്കെയാണ് ശരിയാണ്. പക്ഷേ നമ്മൾ വാണിജ്യാടിസ്ഥാനം ചെയ്യുമ്പോൾ ചിലപ്പോൾ നഷ്ടം സംഭവിക്കാം. പക്ഷേ എങ്കിലും നമ്മുടെ കുറച്ച് സ്ഥലം ഉണ്ടെങ്കിൽ അതിനകത്ത് കൃഷി ചെയ്ത് ജീവിക്കാനായിട്ടുള്ള ഒരു അവസ്ഥയിലേക്ക് വരികയാണെങ്കിൽ നമ്മുടെ വീട്ടിലെ കാര്യങ്ങൾ നടക്കും. അതിനുവേണ്ടി നിങ്ങൾ മുന്നോട്ട് ഇറങ്ങാമെന്ന് നമ്മൾ സഹകരിക്കുക.